ഹായ്, എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണ കൂടുതലും ലീഫ് പ്ലാന്റുകൾ കാണിക്കാൻ വിചാരിച്ചു. ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലീഫ് പ്ലാന്റ് കണ്ടു തുടങ്ങാം. അതായത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു തത്തപ്പച്ച കളറിൽ നമ്മൾ നിറയെ ലീഫ്, ഇത് വലുതായാലും ഇത് വലുതായി കഴിയുമ്പോൾ അത് ഇതുപോലെ വരും. ഇതുപോലെ ഈ കളറിൽ തന്നെയായിരിക്കും വലുതായാലും എൻ്റെ ലീഫ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഒരു നല്ല പൊക്കത്തിലേക്ക് പഴയ കാലത്തെ നാടൻ ചെമ്പരത്തികളൊക്കെ വയ്ക്കുമ്പോൾ വരുന്ന ഒരു വലിപ്പത്തിലേക്ക് വരുന്നൊരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഈ ചെറിയ ചെടിയുടെ റേറ്റ് വരുന്നത് 50 റുപ്പീസും ഇത്രയും വലിപ്പം വരുന്നതാണെങ്കിൽ 80 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണോ സെയിം പ്ലാന്റ് തന്നെയാണ്, സൈസിലുള്ള വ്യത്യാസമാണ്. നെക്സ്റ്റ് പ്ലാന്റ് ഒരു ഗാർലിക് വൈനാണ്. ഇത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ്. ഇത് ഗാർലിക് വൈൻ എന്ന പേര് പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ലീഫ് പൊട്ടിച്ച് സ്മെല്ല് ചെയ്താൽ നല്ല ഗാർലിക്കിൻ്റെ സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഈ വെളുത്തുള്ളിയുടെ മണം വരുന്നതുകൊണ്ട് ഈ ചെടി നട്ടാൽ പാമ്പുകളൊന്നും വരില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് ഈ ചെടി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇത് വളരെ കുറച്ച് മാത്രം പീസുകളെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഗാർലിക് വൈൻ ഈ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. നെക്സ്റ്റ് ഒരു ദുരാന്ത പ്ലാന്റ് ആണ്. ഇത് വൈറ്റ് കളർ ലീഫാണ്, വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. പക്ഷേ ഈ ലീഫിൽ വൈറ്റ് ആണ് കൂടുതൽ വരുന്നത്. ഇതാണ് ലീഫ്. ചെടികൾ വലുതായി വന്നാൽ ഇതേ കളറിൽ തന്നെ നിൽക്കും. ഇതിൽ ഫ്ലവർ ഉണ്ടാവില്ല. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. 70 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു കനേഡിയൻ കൊന്നയാണ്. നമുക്ക് കണിക്കൊന്നയുടെ വേറൊരു വകഭേദം എന്ന് പറയാം, കനേഡിയൻ കൊന്ന. അതുപോലത്തെ പൂവാണ്, പക്ഷേ ഫ്ലവറിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. യെല്ലോ കളർ ഫ്ലവർ തന്നെയാണ് ഇതിൽ ഉണ്ടാവുന്നത്. ചെറുതിലേ തന്നെ നിറയെ പൂവിടുന്നൊരു ചെടിയാണ് ഈ കനേഡിയൻ കൊന്ന. അപ്പോൾ കനേഡിയൻ കൊന്ന ആവശ്യമുള്ളവർക്ക് പറയാം എന്നാണ്. ഇത് 90 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. കനേഡിയൻ കൊന്നൊരു ഹൈബ്രിഡ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറുതിലേ തന്നെ നിറയെ പൂവിടുന്നൊരു പ്ലാന്റാണിത്. മണിമുല്ലയാണ്. ഈ സൈസിലുള്ള മണിമുല്ലയുടെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നല്ലോണം വലുതായി കഴിയുമ്പോൾ നിറയെ പൂവിടും. പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല വാസനയുള്ള മണിമുല്ലയാണ്. ഇതിന് നിറയെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും. ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുള്ള ചെടിയാണ് മണിമുല്ല അവൈലബിൾ ആണോ എന്ന്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സൈസിലുള്ള മണിമുല്ല ധാരാളം അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്ലാന്റ് പൗഡർ പഫ് എന്ന് പറയും. നമ്മൾ ചാമ്പയുടെ പൂ പോലെയൊക്കെ തോന്നുന്നൊരു പൗഡർ പഫ് പോലെ തന്നെ തോന്നുന്നതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ പൗഡർ പഫ് എന്ന് പേര് വരുന്നേക്കുന്നത്. ചാമ്പപ്പൂ പോലെ ഇങ്ങനെ സൂചി പോലെ വരുന്നൊരു നിറയെ പൂടുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ചൈന ഡോളാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഈ ഇല കുറേ കാലം ഇങ്ങനെ തന്നെ കേടാവാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ വയ്ക്കാനൊക്കെ നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. ചൈന ഡോൾ എന്നാണ് ഇതിൻ്റെ പേര്. നെക്സ്റ്റ് ഒരു നന്ദിയാർവട്ട ഹൈബ്രിഡാണ്. നല്ല ബുഷി ആയിട്ടുള്ള നന്ദിയാർവട്ടാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ചെറിയ നിറയെ പൂവ്, ഇത് മുഴുവൻ മൊട്ടാണ്. ഈ സൈസിലുള്ള നന്ദിയാർവട്ടത്തിൻ്റെ റേറ്റ് വെറും 50 രൂപ മാത്രമാണ്. 50 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പൊക്കം കുറഞ്ഞ് നല്ല ബുഷിയായിട്ട് വരുന്ന നല്ല ഭംഗിയാണ്. പോട്ടിൽ നട്ടു കൊടുത്താൽ നല്ല റൗണ്ടായിട്ട് വന്ന് നിറയെ വൈറ്റ് കളർ ഫ്ലവറായിട്ട് നിൽക്കുന്നൊരു ചെടിയാണിത്. വൈറ്റ് കളർ ബ്ലീഡിങ് ഹാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഈ സൈസിലുള്ള ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. 70 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ്. ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു സ്പൈഡർ പ്ലാന്റ് ആണിത്. ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും. ഇതാണ് അതിൻ്റെ പ്ലാന്റ്. ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നെക്സ്റ്റ് മരമുല്ലകളാണ്. ഇത് ഹൈബ്രിഡ് മരമുല്ലയും ഇത് നാടൻ മരമുല്ലയാണ്. നാടൻ മരമുല്ലയിൽ നിറയെ മൊട്ടിട്ട് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതൊക്കെ മൊട്ടാണ്. നല്ല വാസനയാണ് നാടൻ മരമുല്ലയിൽ പൂവ് വരുമ്പോൾ. ഇതാണ് മുട്ടുകൾ. ഇത് നല്ല വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല വാസനയാണ്. അതുപോലെ തന്നെ ഇത് ഹൈബ്രിഡിലും ഇതേപോലെ തന്നെ നിറയെ പൂവിടും. ഇത് ചെറിയ ലീഫായിട്ട് നിറയെ പൂവിടുന്നതാണ്. ഇത് ഇത്തിരി കൂടെ വലിപ്പത്തിൽ ലീഫ് വരുന്നതാണ്. കൂടുതൽ മണം ഞാൻ നോക്കിയിട്ട് നാടൻ മരമുല്ലയ്ക്കാണ് കൂടുതൽ വാസനയുള്ളത്. പക്ഷെ കുറച്ചും കൂടെ ലീഫിൻ്റെ ഭംഗിയും ചെറിയ പൊക്കത്തിലൊക്കെ വരുന്നത് കൊണ്ടും നല്ല ബുഷിയായിട്ട് വരുന്നത് കൊണ്ടും ഹൈബ്രിഡും നല്ലത് തന്നെയാണ്. പൂവിടുകയും ചെയ്യും.
വാസന കൂടുതലുള്ളത് നാടൻ മരമുല്ലയ്ക്ക് തന്നെയാണ്. രണ്ടും നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഒരു പീസിൻ്റെ റേറ്റ്, ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. നാടനും അതുപോലെ തന്നെ 90 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു പവിഴമല്ലിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതാണ് പ്ലാന്റ് സൈസ്. വൈറ്റ് കളർ നിറയെ ഫ്ലവർ ഉണ്ടാവുന്നൊരു ചെടിയാണ്. നല്ല വാസനയാണ് ഇതിൻ്റെ ഫ്ലവറിന്. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും 60 രൂപ മാത്രമാണ്. 60 റുപ്പീസാണ് ഇത്രയും വലിയ പവിഴമല്ലിയുടെ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് ഇതൊരു ഒറിജിനൽ പാരിജാതമാണ്. വൈറ്റ് കളർ കൊല കുത്തി നിറയെ പൂവിടുന്ന നല്ല വാസനയുള്ള ചെടിയാണ് പാരിജാതം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസാണ്. ഇത് പൂവുണ്ടായാൽ തന്നെ നല്ല ഭയങ്കര മണമുള്ള പാരിജാതമാണ്. ഇത് സ്റ്റെമ്മ് കുത്തി നല്ലോണം റൂട്ടൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ പാരിജാതം. നെക്സ്റ്റ് പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയും. ഇത് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ്. നല്ല വാസനയാണ് ഇതിൻ്റെ ഫ്ലവറിന്. ആദ്യം ഇത് വൈറ്റ് കളറിലും പിന്നെ ലൈറ്റ് റോസിലേക്ക് പിന്നീട് ഡാർക്ക് വയലറ്റിലേക്ക് മാറും. ഒരേ സമയം ഈ പൂ കുറേ ദിവസം നിൽക്കുന്നതുകൊണ്ട് 3 കളറിലും ഫ്ലവർ നമുക്കിതിൽ തോന്നും. കാരണം ആദ്യം വിരിയുന്ന ഫ്ലവർ വൈറ്റും പിന്നെ റോസും പിന്നെ ലൈറ്റ് വയലറ്റിലേക്ക് മാറുമ്പോൾ 3 കളറിലും ഫ്ലവർ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അപ്പോൾ ഈ ചെടി വേണ്ടവർ പറഞ്ഞോളൂ. ഇതിൻ്റെ റേറ്റ് 70 രൂപയാണ്. നെക്സ്റ്റ് ഒരു മിൽക്കി ബാമ്പു ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിതിപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ പോട്ടിലോ അല്ലാതെയോ ഒക്കെ നടാൻ പറ്റിയൊരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. കോയമ്പത്തൂർ മുല്ല, മൈസൂർ മുല്ല എന്നൊക്കെ പറയും. നല്ല വാസനയാണ് ഈ മുല്ലപ്പൂവിന്. നമ്മൾ തലയെ ചൂടാനൊക്കെ എടുക്കുന്ന ഒരു പൂവാണിത്. നല്ല വാസനയായിട്ട് കൂടുതലും തമിഴ്നാട് സൈഡിലേക്കാണ് ഈ ചെടി കൂടുതലും കാണുന്നത്. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത്തരം ഈ സൈസിലുള്ള പ്ലാന്റ്സ് ധാരാളം അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു യെല്ലോ കളർ നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഗോൾഫീനിയ എന്ന് പറയും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇതാണ് അതിൻ്റെ മുട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ്. 90 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പൾമേറിയ ചെടിയാണ്. നല്ല ഭംഗിയാണ്. ചെമ്പകപ്പൂ പോലെ തന്നെ നിറയെ പൂവിടുന്നൊരു ചെടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് 70 രൂപയാണ്. ഈ സൈസിലുള്ള മൈലാഞ്ചി അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. 40 റുപ്പീസാണ് ഈ സൈസിലുള്ള നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈലാഞ്ചി ചെടിയുടെ റേറ്റ് വരുന്നത്. ഒരു വയലറ്റ് കളർ മന്ദാരാണ്. വൈറ്റ് മന്ദാരം പോലെ തന്നെയാണ് അതിൻ്റെ ലീഫ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ വയലറ്റ് കളറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. അതുപോലെ മുന്തിരിച്ചെടി നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. ഈ സൈസിലുള്ള മുന്തിരിച്ചെടിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ലീഫ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് പ്ലാന്റ് ആണ്. കോസ്റ്റ് ആൻഡ് വെരിഗേറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ നിറയെ അടുത്തടുത്ത ചെടികൾ വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കും. നല്ല ഭംഗിയായിട്ടുള്ള ഈ ചെടിയുടെ റേറ്റ് വരുന്നത് 170 രൂപയാണ്. നെക്സ്റ്റ് ലില്ലിപ്പൂവെന്നും കല്യാണ സൗഗന്ധികം എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. നെക്സ്റ്റ് ഒരു ടെക്കോമ ക്രീപ്പറാണ്. വൈറ്റ് കളർ ഫ്ലവറായിട്ട് ക്രീപ്പറാണ്. നിറയെ പൂടുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് ഒരു അംബർല ഗ്രാസ് ആണ്. അത് അംബർല പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഈ അംബർല ഗ്രാസിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും ഒരു ബുഷിയായിട്ട് വരുന്ന ഒരു അംബർല ഗ്രാസിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ചെറിയ ചെറിയ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു വാട്ടർ ജാസ്മിനാണിത്. ഇത് നല്ല ബോൺസായി പോലെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് ഒരു പവിഴ മുല്ലയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. നിറയെ പൂവിടുന്നൊരു കക്കട മുല്ലയാണ്. ഇത്രയും വലിയ പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇത്രയും നല്ല ബുഷിയായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് 80 റുപ്പീസാണ്. നെക്സ്റ്റ് ഒരു ഈ സൈസിലുള്ള കറുവപ്പട്ട അവൈലബിൾ ആണ്. കറുവപ്പട്ട നല്ല സ്മെല്ലായിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. 40 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്.
മൾട്ടി പെറ്റലായിട്ടുള്ള നന്ദ്യാർവട്ടാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. കണ്ടോ, ഒരുപാട് ഇതളുകളുണ്ട്. ഈ സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 60 രൂപയാണ്. നെക്സ്റ്റ് ഒരു വാട്ടർ ജാസ്മിൻ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂവിടുന്നൊരു കൊലയായിട്ട് ഇങ്ങനെ നിറയെ പൂവിടുന്നൊരു ചെടിയാണിത്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത്രയും വലിയ പ്ലാന്റ് ആണ്. റെഡ് കളർ ഹെലിക്കോണിയ അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 70 രൂപയാണ്. അടുത്തത് പൂമ്പാറ്റ ചെടിയാണ്. ഈ ചെടി വന്ന് ഇതുപോലെ പൂവിട്ട് കഴിയുമ്പോൾ നിറയെ ബട്ടർഫ്ലൈസ് വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പൂമ്പാറ്റ ചെടി എന്ന് പറയുന്നത്. ഈ പൂവിട്ട് കഴിഞ്ഞ് ഇതിലൊരു ചെറിയൊരു കായ ഉണ്ടാവും. ആ കായ പൊട്ടിയാൽ നിറയെ തൈകൾ കിളിർക്കുന്നതായിരിക്കും. ഇതുപോലെ നിറയെ ബട്ടർഫ്ലൈ വരുന്ന ഈ പൂമ്പാറ്റ ചെടിയുടെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഫ്ലവർ ഇട്ട് കഴിഞ്ഞ് ഇതിലുണ്ടാവുന്ന കായ കൊണ്ട് ഒരുപാട് തൈകൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പൊട്ടി നിറയെ തൈകൾ കിളിർക്കും. അതുകൂടാതെ ഇത് ഒടിച്ചു കുത്തിയാലും ചെടി പിടിച്ച് കിട്ടുന്നതായിരിക്കും. വെരിഗേറ്റഡ് ആയിട്ടുള്ള പനിക്കൂർക്ക അവൈലബിൾ ആണ്. പനിക്കൂർക്കയുടെ സെയിം സ്മെല്ലും ഒക്കെയാണ്. ഇതിൻ്റെ ലീഫിൽ മാത്രം സെയിം പനിക്കൂർക്ക തന്നെയാണെങ്കിൽ ലീഫിൽ വെറിഗേഷൻ വന്നിട്ടുണ്ട്. വൈറ്റ് കളർ കണ്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. വെറിഗേറ്റഡ് പനിക്കൂർക്ക. ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 കളർ ക്രോട്ടൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ്. ഇത്രയും ക്രോട്ടനുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് 400 രൂപയ്ക്ക്. ഇത്രയും പ്ലാൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പ്ലാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഉഷസ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പ്ലാൻസുകൾ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്ലാൻസുകൾ അയക്കുന്ന DTDC കൊറിയർ വഴിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.